ഹായ്, ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. എല്ലാവരും വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ചെന്ന് കാണാനും സംസാരിക്കാനും അവർക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനും ഒക്കെ എല്ലാവരും ആ ഒരു മൂഡിലൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്ത് വാലൻറ്റൈൻസ് ഡേ, എന്തിനാ വാലൻറ്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വാലൻറ്റൈനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വികാരമൊക്കെ തന്നെയായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും വാലൻറ്റൈൻസ് ഡേ ഫെബ്രുവരി 14 ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ പോസ്റ്റ് അടിച്ച് എന്ത് വാലൻറ്റൈൻസ് ഡേ, കറുപ്പൊക്കെ ഇട്ട് ഞാൻ കോളേജിൽ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ആഘോഷിക്കാനൊക്കെ തുടങ്ങിയത് എൻ്റെ ലൈഫിൽ ഈശോ വന്നതിന് ശേഷം. അപ്പോൾ എല്ലാവരെയും പോലെ നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളും സ്നേഹിക്കപ്പെടണം, ആരെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഗിഫ്റ്റൊക്കെ തരാനുണ്ടായിരുന്നെങ്കിൽ, നമ്മളെ ഇതുപോലെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലൈഫിലേക്ക് ഈശോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നത്. അതിന് ശേഷമുള്ള വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഈശോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്ത് ഭ്രാന്തൻ ചിന്താഗതിയാണെന്നൊക്കെ. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കർത്താവ് അതിനെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. വാലൻറ്റൈൻസ് ഡേ എപ്പോഴും എല്ലാ വാലൻറ്റൈൻസ് ഡേക്കും ചെയ്യാറുള്ളതെന്നു വെച്ചാൽ പള്ളിയിൽ പോവും, ഒരു റോസാപ്പൂവൊക്കെ ആയിട്ട് അങ്ങ് പോവും, എന്നിട്ട് ഈശോയുടെ രൂപത്തിൻ്റെ അവിടെ കണ്ട കുരിശിൻ്റെ രൂപത്തെ കൊണ്ട് അങ്ങ് വയ്ക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു എഫേർട്സൊക്കെയാണ് ഞാൻ വാലൻറ്റൈൻസ് ഡേയിൽ ഈശോ കൊടുക്കാറ്. അങ്ങനെ വളരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കും. ഈശോ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ കുർബാനയുടെ സമയത്ത് വീണ്ടും അങ്ങ് പ്രപ്പോസ് ചെയ്യും, ഇഷ്ടമാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഭ്രാന്തമായ രീതിയിലാണ് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരേക്കും ഒരു റെസിപ്രൊക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ഒരാളോട് ഇഷ്ടമാണ്, പൂവൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും വിചാരിക്കും തിരിച്ച് നമുക്ക് അതുപോലെ ഒരു നമ്മളോടും ഇങ്ങനെ സെയിം ഒരു ഗിഫ്റ്റൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു വാലൻറ്റൈൻസ് ഡേയുടെ റിയൽ ഫീലിങ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കാസർഗോഡ് ഫുൾ ടൈമറായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു വാലൻറ്റൈൻസ് ഡേ, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാവരും പോലെ ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു വെള്ളിയാഴ്ച ദിവസം ഈശോയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടേ, എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ നിന്നാലും ഈശോ അറിയും, ഒന്നും സസ്പെൻസ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ തലേ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. സോ ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ എണീറ്റിട്ട് 5 മണിക്ക് എണീറ്റിട്ട് ഈശോയോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞ് അങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്ത് ഈശോയോടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് വേണം കുർബാനയ്ക്കൊക്കെ പോയി അങ്ങ് മാക്സിമം ഈശോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ചിലവഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനൊന്ന് കിടന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നു. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ നേരത്തെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എൻ്റെ അലാമൊന്നും അടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ എണീക്കുന്നത് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 6:55 ഞാനന്ന് രാവിലെ എണീക്കുന്നത്. എനിക്കാണെങ്കിൽ 7 മണിക്ക് അവിടെ കുർബാനയ്ക്ക് പോകണം. 7 മണി കഴിഞ്ഞാൽ അവിടെ കുർബാനയില്ല. കാസർഗോഡ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ടൗണിൽ പോകണം. സോ അത് അന്നത്തെ ദിവസം പോസിബിൾ അല്ല. ഏറ്റവും കൂടുതൽ പ്രയർ ഗ്രൂപ്പുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ എണീറ്റ് പാടെ എൻ്റെ എല്ലാ മൂഡും അങ്ങ് പോയി. കാരണം എനിക്ക് എൻ്റെ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എനിക്കൊന്ന് കുർബാന പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ, കാരണം ഫുൾ ടൈംഷിപ്പിൻ്റെ സമയത്ത് ഞാൻ കുർബാന പോലും മിസ് ചെയ്തിട്ടില്ല. അന്ന് എൻ്റെ കുർബാന മുടങ്ങി. അപ്പോൾ എനിക്ക് താഴെ ഫുഡ് കഴിക്കാൻ പോലും ചെല്ലാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ വല്ലാണ്ട് മെൻ്റലിയും ഫിസിക്കലും ഒക്കെ ടയേർഡായിപ്പോയി. കാരണം എനിക്ക് അതുപോലെ വിഷമമായി. ഇന്ന് പ്രയർ ഗ്രൂപ്പിൽ പോകുമ്പോഴാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഈശോ മാക്സിമം എല്ലാ കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു മനസ്സെവിടെയൊക്കെയായിരുന്നു. കാരണം എനിക്കൊന്നും ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അന്ന് പ്രയർ ഗ്രൂപ്പിലാണെങ്കിലും ജീസസ് ഇസ് മൈ വാലൻറ്റൈൻ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് കുട്ടികൾക്കും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് വീഡിയോസൊക്കെ കാണിച്ചതും അങ്ങനെയായിരുന്നു. എന്നാലും വൈകിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് കട്ട് ചെയ്തിട്ട് പള്ളിയിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു.
എക്സ്ട്രാ ട്രാവൽ ചെയ്യണം. എനിക്ക് കാസർഗോഡിൻ്റെ ഉൾഭാഗങ്ങളിലാണ് പ്രയർ ഗ്രൂപ്പ്. അപ്പോൾ അവിടുന്ന് വീണ്ടും ടൗണിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാനൊരു പ്രയർ ഗ്രൂപ്പ് വൈകിട്ട് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ ജീസസ് ഇസ് മൈ വാലന്റൈൻ എന്ന് പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെറ്റിൽ കഫേയിൽ കയറി അത് അപ്ലോഡ് ചെയ്തപ്പോഴേക്കും എൻ്റെ സമയം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 hour എൻ്റെ ലോസ്റ്റായി. അതിൻ്റെ ഇടയിൽ ഞാൻ ട്രാവൽ ചെയ്ത് കാഞ്ഞങ്ങാടെത്തി. അതിനുശേഷം കാസർഗോഡേക്കുള്ള ബസ് പിടിച്ചപ്പോഴേക്കും വീണ്ടും ഡിലേ ആയി. അങ്ങനെ എനിക്ക് കുർബാന അവിടെ 5:30 ഞാൻ അവിടെ കാസർഗോഡ് ടൗണിലെത്തുന്നത് 6:25. ഹൃദയം ഇങ്ങനെ പിടയ്ക്കുക. കാരണം അന്ന് എല്ലാവരും എൻ്റെ ബാച്ച്മേറ്റ്സ് ഉൾപ്പെടെ അന്ന് കുർബാന കണ്ടിട്ടുണ്ട്, വിഷയം സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൽ പരം സങ്കടം ലോകത്തിന് എനിക്ക് കിട്ടാനില്ല അന്നത്തെ ദിവസം. അപ്പോൾ എൻ്റെ ഹൃദയം താഴെ പോയെന്നെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതും പിടിച്ചുകൊണ്ട് ഓടുക പള്ളിയിലേക്ക്. എന്തെങ്കിലും ലാസ്റ്റ് ഭാഗത്താണെങ്കിലും കുർബാനയൊന്ന് ആശീർവാദമെങ്കിലും കിട്ടിയിരുന്നെങ്കിലും എന്ന രീതിയിൽ പള്ളിയിലേക്ക് ഓടിയപ്പോഴേക്കും കുർബാന കഴിഞ്ഞു, പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു. മനസ്സ് ബ്ലാങ്ക് ആയിപ്പോയി. കാരണം അന്ന് വേറെ ഏതെങ്കിലും പള്ളിയിലേക്ക് പോവാന്നുള്ളത് പെട്ടെന്ന് കൊങ്ങിണി ചർച്ച് ഉണ്ട് അവിടെ അടുത്ത്. അങ്ങനെ അവിടേക്ക് എങ്ങനെയൊക്കെയോ ഓടി ഒരു ഓട്ടോയിലൊക്കെ അങ്ങ് കയറി. കൊങ്ങിണി പള്ളിയാണ് ലാസ്റ്റ് അഭയം. അവിടേക്ക് കുർബാന. ആ ഒരു സമയത്ത് കുർബാന ഇല്ല എന്നറിയാം, പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യാശയിൽ അങ്ങ് പോവാണ്. അവിടെ എത്തിയപ്പോഴേക്കും പള്ളി ക്ലോസ്ഡാണ്. അച്ഛനും കപ്പിയാരും ഒക്കെ വാതിക്കൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അച്ഛനോട് ഞാനിങ്ങനെ എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ, കൊങ്ങിണി അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ ചോദിക്കും, അച്ഛൻ എപ്പോഴാണ് കുർബാനയുണ്ടോ? ഞാൻ ചോദിക്കുന്നതിനല്ല അച്ഛൻ ആൻസർ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇവിടെ ഫ്യൂണറലായിരുന്നു, അതുകൊണ്ട് കുർബാന ഇനി സൺഡേ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ചയുള്ളൂ. അച്ഛൻ ഇതൊന്നും എൻ്റെ വികാരം എന്താ മനസ്സിലാവാത്തതെന്ന മട്ടിൽ എന്നെ അച്ഛനോട് ഞാനൊന്നും പറയുന്നുമില്ല എനിക്ക് കുർബാന വേണം. അപ്പോൾ അച്ഛൻ കുർബാന എനിക്ക് സൺഡേ കൂടാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം. അച്ഛൻ പറഞ്ഞു പള്ളിയൊക്കെ തുറന്നിരിക്കുക, പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാം. പള്ളിയിൽ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സക്രാരിയിൽ തന്നെ. പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിൽ കയറിയതും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ തൂണിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു, ചങ്ക് പൊട്ടിക്കരഞ്ഞു. കാരണം ആ ദിവസം വാലന്റൈൻസ് ഡേയിൽ എല്ലാവരും ഈശോനെ സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. പിന്നെ എല്ലാവരും അവരുടെ വാലന്റൈനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റ്സ് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കൂടെ നീ മാത്രമേ ഉള്ളൂ ഈ ഒരു അറിയാത്ത സ്ഥലത്ത്. നിൻ്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് മുട്ടിലൊക്കെ എഴുന്നിട്ട് പള്ളിയിലിരുന്ന് കുറേയൊക്കെ അങ്ങ് സങ്കടം തീർത്തു. എന്നിട്ട് ഞാൻ അവിടെ വ്യാകുല മാതാവിൻ്റെ പള്ളിയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി മാതാവിൻ്റെ മുന്നിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ ആ പ്രതിമയൊക്കെ പിടിച്ച് കുലുക്കിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയല്ലേ, അമ്മയല്ലേ, നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ വയലൻ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ മോനെ സ്വീകരിക്കാതെ ഞാൻ ഈ പള്ളിയിൽ നിന്ന് പോകത്തില്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. കാരണം അപ്പോഴേക്കും 7 മണി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 8 മണിക്ക് രാത്രി നഴ്സിംഗ് പ്രയർ ഗ്രൂപ്പ് ഉള്ളതാണ്. പക്ഷെ അതും എന്താണെങ്കിലും ഈശോനെ സ്വീകരിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു നിർബന്ധ ബുദ്ധിയിലായിരുന്നു ഞാൻ. അങ്ങനെ വീണ്ടും സക്രാരിയുടെ മധ്യത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനിവിടുന്ന് പോകത്തില്ല, നീ എൻ്റെ ഉള്ളിലേക്ക് വരാതെ ഞാനിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ധൈര്യം അങ്ങ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തരാൻ തുടങ്ങി. ചോദിക്കുകയും നിങ്ങൾക്ക് കിട്ടും, ചോദിക്കുകയും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാനിപ്പോൾ അച്ഛനോട് ചോദിക്കാൻ പോകാൻ എനിക്ക് ഈശോനെ വേണം. അച്ഛൻ എന്ത് വേണേൽ പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ അച്ഛനോട് ചോദിക്കും. ഞാൻ അങ്ങനെ അവിടെ എണീറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ ഇവിടെ ഇതുവരേക്കും പോവില്ലേ, യു ആർ ടു ലേറ്റ് എന്നൊക്കെ പറഞ്ഞു. അച്ഛനിങ്ങനെ പറഞ്ഞു വിടാനുള്ള ശ്രമമൊക്കെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ എനിക്ക് ഈശോനെ വേണം, ഞാൻ ഈശോനെ സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അച്ഛനും വല്ലാതെ വിഷമായി. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു പള്ളിയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ
അച്ഛൻ കുമ്പസാരിപ്പിക്കാനാണോ അതോ ഉപദേശിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ പല കൺഫ്യൂഷൻസാണ്. പെട്ടെന്ന് ലൈറ്റൊക്കെ പള്ളിയിൽ ഓണായി. അച്ഛൻ കുർബാന കുപ്പായം ധരിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഓരോ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും ചൊല്ലി തന്നിട്ട് സക്രാരിയിലേക്ക് പോയിട്ട് ഈശോനെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ നേരേക്ക് നീട്ടി, ദിസ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ തിരുശരീരമാവുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം സക്രാരിയിൽ ഇരിക്കുന്ന ഈശോ എൻ്റെ നാവിലേക്ക് ആ ഒരു സമയത്ത്, അതും ആ ഒരു 7 മണി സമയത്ത് എൻ്റെ നാവിലേക്ക് വരണമെങ്കിൽ, ഞാനന്ന് വീഡിയോയിൽ പിള്ളേർക്ക് ഒരു പാട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ലൈൻസ് പോലെ ഇറ്റ് വാസ് the only time I ever saw him run. കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നൊരു ഫീലായിരുന്നു. കാരണം ജീവിക്കുന്ന ദൈവമാണ്, കയ്യും കാലും ഇല്ലാത്ത, ഒന്നും അംഗവൽകല്യം പ്രാപിച്ച ഒരു ദൈവമല്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരാനായിട്ട് ഈശോ ഇന്നും കൊതിക്കുന്നുണ്ടെന്നൊരു സാധനമായിരുന്നു. കാരണം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അതെല്ലാം ഡ്രോപ്പായി. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ എൻ്റെ ലൈഫിലേക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഒരു കൺവിക്ഷൻ തരുമായിരുന്നു. എന്നെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ എന്നോട് വീണ്ടും ഹൃദയത്തിലേക്ക് വന്നിട്ട്, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എൻ്റെയാന്ന് പറയുന്നൊരു ഫീലിംഗ് ആയിരുന്നു. അന്ന് ആ വാലന്റൈൻസ് ഡേയിൽ ഈശോ എനിക്ക് തന്ന ഗിഫ്റ്റ് ഈശോയെ തന്നെയാണ്, ഈശോയുടെ ശരീരം തന്നെയാണ്, ഈശോയുടെ ഹൃദയമാണ്. അതിനും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഇനി നൽകാനില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശേ കിടന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പ്രപ്പോസ് ചെയ്തതാണ്. ആ ഒരു പ്രപ്പോസൽ നമ്മൾക്ക് എപ്പോൾ വേണേലും കണ്ടില്ല എന്ന് നടിക്കാം. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈശോനെ സ്വീകരിക്കുകയാണെങ്കിൽ ഈശോ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. ഈശോനെ കുരിശ് തറച്ചതാണെങ്കിലും 3-ാം ദിവസം അവനെ ഉയർത്തെഴുന്നേറ്റതാണെന്നൊരു കൺവിക്ഷനുള്ള ആൾക്കാർ അവന് വേണ്ടി കാത്തിരിക്കും. അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാണ്, അവനൊരിക്കലും മരിച്ചവനല്ല എന്നൊരു ബോധ്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്ക് തന്നെ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഈ വാലന്റൈൻസ് ഡേയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈശോ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്ത് ആരൊക്കെ നിങ്ങളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ഈശോയുടെ സ്നേഹം മാത്രം എന്നും നിലനിൽക്കും. അപ്പോൾ എല്ലാവർക്കും, സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവർക്കും ഈശോ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് നീതു എന്നാണ്, മേരി നീതു. സ്നേഹമുള്ളവരെന്നെ മറിയാമെന്ന് വിളിക്കും. അപ്പോൾ ഈശോയോട് എന്നും സ്നേഹത്തോടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.